ഇപ്പോൾ മനസ്സിലായോ? വ്ളോഗിൽ കാണുന്ന പോലെയല്ല ലൈഫ്. അത് ആദ്യം മനസ്സിലാക്കാൻ കമൻറ്റോളികളെ. അത് ശരിയാണ്. ഈ വ്ളോഗിൽ കാണുന്നതൊക്കെ, റീലിൽ കാണുന്നതൊക്കെ സത്യമെന്ന് വിചാരിക്കുന്നത്, റിയലാണെന്ന് വിചാരിക്കുന്നവരുടെ ഒരു പ്രശ്നമാണ്. റിയലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഇതുവരെ ഈ ഫാമിലി വ്ളോഗ് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും വിചാരിക്കുന്നു, എന്ത് സൗന്ദര്യമുള്ള ജീവിതം. എന്നിട്ട് ഹസ്ബൻഡിനോട് വീട്ടിലുള്ള അമ്മയോടൊക്കെ അടി ഉണ്ടാക്കുക, അത് കണ്ടുപിടിക്കുക, അങ്ങനെ ആവണം ഫാമിലിയെ. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാകാറുള്ളതാണ്. ഇങ്ങനെയാണ് അവരുടെ ഒരു ഈ കമൻറ്റോളികളുടെയും അല്ലെങ്കിൽ ഇത് കാണുന്നവരുടെയൊക്കെ ഒരു ചിന്താഗതി. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മുടെ പ്രവീൺ പ്രണവ് സീരിയൽ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലയോ? ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ്. ആ സീരിയലിൽ ഇപ്പം പ്രവീണും പ്രണവും തമ്മിൽ ഉടക്കി പിരിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയം. സീരിയൽ കാണുന്നവർക്കൊക്കെ ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ന്യൂസാണ്. ആ സീരിയലിൻ്റെ കമൻസിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രവീണും പ്രണവും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി, അവരിപ്പോൾ ഒരുമിച്ചല്ല, അവരുടെ വീട്ടുകാരുമായിട്ട് പിണങ്ങി എന്നൊക്കെയാണ്. അതായത് ഇപ്പം ഭയങ്കര ഹീറ്റഡ് കോൺവെർസേഷനാണ് ഗൈസ്. പണ്ടത്തെ സീരിയലൊക്കെ ഇല്ലേ, അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലുള്ള ഓരോ ഫാമിലി വ്ളോഗ്സ്. ചില ഫാമിലി വ്ളോഗ്സൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കും. അവരുടെ ഫാമിലി വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജീവിതമായിട്ട് അങ്ങ് കാണും. എന്നിട്ട് അവർ ചെയ്യുന്നതൊക്കെ നമ്മളങ്ങ് അനലൈസ് ചെയ്യും, കുത്തി കിഴിച്ച് അതെന്താ പ്രശ്നം, ഇതെന്താ പ്രശ്നം. അവർ തമ്മിൽ ഉടക്കുകയാണെങ്കിൽ ഒന്നിപ്പിക്കും. അവിടെ വേണമെങ്കിൽ വീട്ടിൽ വരെ പോയി ഒന്നിപ്പിക്കും. ഏതാ വീടെന്നൊക്കെ തപ്പി അഡ്രസ്സൊക്കെ എടുത്ത് പ്രണവിൻ്റെയും പ്രവീണിൻ്റെയും വീട് ഏതാ, എന്നാൽ പിന്നെ അവിടെ വരെ ഒന്ന് പോയി അവരുടെ അപ്പനെയും അമ്മയോടൊക്കെ സംസാരിച്ച് ഒന്നിപ്പിക്കുക. ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇപ്പോൾ പ്രവീണും പ്രണവിനും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത്. നമുക്ക് അതിനകത്ത് ഈ പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും വ്ളോഗിനകത്ത് അതിനകത്ത് എന്താണിപ്പം പറയുന്നത് നോക്കാം. അതിനകത്ത് പ്രണവ് ഇല്ല, ഇപ്പോൾ പ്രവീൺ ആൻഡ് വൈഫ് മാത്രമാണ് വരുന്നത്. അപ്പനും അമ്മയും ഒന്നും വരുന്നില്ല. അപ്പോൾ എല്ലാവരെയും കൂടെയാണ് ഞങ്ങൾക്ക് കാണേണ്ടത്, നിങ്ങളെ രണ്ടുപേരും മാത്രം കാണണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ കമൻറ്റ് ബോക്സിൽ കാണും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് അവർ അഡിക്റ്റഡ് ആണ്. സീരിയൽ അഡിക്ഷൻ പോലെ ഇപ്പോൾ ഒരു അഡിക്ഷനാണ് ഈ ഫാമിലി വ്ളോഗ് അഡിക്ഷൻ. അതില്ലാതെ അവർക്ക് പറ്റത്തില്ല. അതിനകത്ത് അവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല, ഞാൻ ചിന്തിക്കുന്ന പോലെ അവരുടെ ജീവിതത്തിൽ നടക്കണം. അതാണ് പ്രേക്ഷകരുടെ ഒരു ചിന്താഗതി. അപ്പോൾ നമുക്ക് അവരെന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇന്നലെ രാത്രി തന്നെ ഇവിടത്തേക്ക് വാട്ടർ ബ്രേക്കായി. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. നോർമലി നമ്മൾ കിടന്നതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമുക്ക് അന്ന് രാവിലെ കുറച്ച് വൊമിറ്റിങ്ങും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിലും വേറെ അവനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു വാട്ടർ ബ്രേക്ക് ആയി എന്ന് പറഞ്ഞിങ്ങനെ. അങ്ങനെ അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റൽ പാക്ക് ചെയ്ത് വെച്ചിരുന്ന ബാഗെല്ലാം എടുത്ത് നേരെ വണ്ടിക്കകത്ത് കയറ്റി നേരെ അവിടെ നിന്ന് നമ്മൾ നേരെ താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് പോകുമായിരുന്നു. അതുപോലെ നല്ല മഴയുണ്ടായിരുന്നു. ധൃതിയിൽ സാധനങ്ങളൊക്കെ എല്ലാം പറക്കി കയറ്റി. പെട്ടെന്നായിരുന്നു, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. സത്യം പറഞ്ഞ അവർ പറയണത് 35 വീക്ക് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീക്കായാൽ മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം എങ്ങോട്ടാണ് പോകുന്ന അടുത്തത്? അവിടുന്ന് നേരെ റെഫർ ചെയ്തു പുനലൂരിന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന്. എന്നാണ് അത് പറയുന്ന റീസൺ. നിങ്ങളൊന്ന് ആരെയും ആലോചിച്ച് നോക്കണം, അവിടെ ഒരു ഇത്രയൊരു സീരിയസ് ആയിട്ടുള്ളൊരു കേസാണ്. ഒരു ആംബുലൻസ് പോലും ഇല്ല. ഞാൻ പോയി ചോദിച്ചു. അവർ തന്നെ പറഞ്ഞ റെഫർ ചെയ്യാൻ, ആംബുലൻസിന് വിളിക്കാന്ന് പറഞ്ഞ് 108 കോൾ ചെയ്തു, എൻ്റെ തന്നു. ഞാൻ സംസാരിച്ചു. ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ ആംബുലൻസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇന്ന് സ്ട്രൈക്കാണ്. മനസ്സിലാവുന്നില്ല ഇതൊക്കെ. ഇന്ന് ആരും ആലോചിക്കണേ ഈ ആ ഒരു സിറ്റുവേഷന്. അവർക്ക് സ്ട്രൈക്കാ, വണ്ടി എടുക്കത്തില്ല, ഉള്ള വണ്ടി പഞ്ചറാ പോലും. ഇതിനകത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവർ പോയതിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോയ എന്തിനാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ ഇത്രയും വരുമാനമില്ലേ, അതുകൊണ്ട് നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ കേട്ടു ഇതേപോലെ ഉള്ളാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് എൻഡ് ഓഫ് ദി ഡേ അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് എവിടെ ചികിത്സിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. കാശുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയും കളയാമെന്നില്ല. അവരൊരു പ്ലാനിങ് ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഈ ബുദ്ധിമുട്ടുകൾ മാറ്റാനാണ് നമ്മളുടെ ഫോക്കസ് കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക്
കാശില്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും. അത് കാശുണ്ടെങ്കിൽ എന്ത് അസുഖമുണ്ട്, അങ്ങനല്ല വേണ്ടത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ റെസ്പോൺസീവ് സിസ്റ്റം കുറച്ചുകൂടെ ബെറ്റർ ആക്കണം. അതായത് നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ പോകണം എന്ന് വാശി പിടിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഗായ്സ്, ഈ വീഡിയോയുടെ താഴെയുള്ള ഒരു കമൻറ്റാണ്, നിങ്ങൾ അമ്മ അച്ഛൻ അവരെക്കുറിച്ച് പറയൂ, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ കാണിക്കുന്നതല്ല ഞങ്ങൾക്ക് കാണേണ്ടത്, ഞാൻ കാണേണ്ടത് നിങ്ങൾ കാണിക്കൂ. അതാണ് ഒരു സീരിയൽ ലൈനിലാണ് കമൻറ്റ് ബോക്സ് പോകുന്നത്. താഴോട്ട് കമൻറ്റ്സ് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലെങ്കിലും എല്ലാവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വിഷമിതരാണ്. കൊച്ചുചേട്ടൻ്റെ അമ്മയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? നിങ്ങളെ എല്ലാവരെയും ഒപ്പം ഉള്ള വ്ലോഗാണ് ഞങ്ങൾക്കിഷ്ടം. ഈ അഭിപ്രായമുള്ളവർ ലൈക്ക് അടിക്കും. ഇതിനിടയ്ക്ക് ലൈക്ക് അടി വീരന്മാരും ഉണ്ട്. ഇങ്ങനെയുള്ളവർ ലൈക്ക് അടിക്കും, കമൻ്റ് ഇടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ വീഡിയോ കാണുന്നതെന്ന് തോന്നുന്നേയില്ല. ഭയങ്കര ശോകമാണ് അവസ്ഥ. വീഡിയോ കാണാൻ ഇപ്പോൾ എന്തോ പോലെ. അമ്മ കൊച്ചു അച്ഛൻ മിസ് ചെയ്യുന്നു. എല്ലാവരും മിസ്സിൻ്റെ ആളുകളാണ്, എല്ലാവരും മിസ് ചെയ്യുകയാണ്. ഞാൻ അവരുടെ എല്ലാ വീഡിയോസും കണ്ട ഒരാളാണ്. എല്ലാവരും കൊച്ചുവിനെ കൂടുതൽ ഇഷ്ടമാണ്. എന്നെപ്പോലെ പറയും, സത്യം പറയാമല്ലോ, എനിക്ക് പ്രവീണാണ് കൊച്ചുവിനേക്കാൾ പാവമെന്ന് തോന്നിയിട്ടുള്ളത്. കൊച്ചുവിന് എപ്പോഴും ഒരു പരിഹാസം കാണുന്ന വർത്തമാനമാണ്. പ്രവീൺ അങ്ങനെ സംസാരിക്കാറേ ഇല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. വല്ല ടൂറായിരുന്നേൽ ആ കൊച്ചും അമ്മയും ഇവരുടെ കൂടെ ഒട്ടി നടന്നേന്. ഹോസ്പിറ്റൽ കേസായപ്പോൾ അവർ മുങ്ങി. അവരങ്ങ് തീരുമാനിച്ച്. ടൂറൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാവരും ഒട്ടി സന്തോഷത്തോടെ ഇരുന്നേനെ. ഇപ്പോൾ ഹോസ്പിറ്റൽ കേസായപ്പോൾ ആരും സഹായിക്കാനില്ല എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു വമ്പൻ പ്രശ്നമായിട്ട് മാറിയേക്കാണ്. ഇപ്പോൾ അവർ എന്നൊരു റെസ്പോൺസ് വീഡിയോ എന്തായാലും ഇടേണ്ടി വരും. ബിക്കോസ് അങ്ങനെയാണ് കമൻറ്റ് ബോക്സ് കിടന്ന് കത്തുന്നു. പുള്ളി ടൂറായിരുന്നേൽ ഇവരുടെ പുറകിൽ നിന്ന് മാറത്തെ നടന്നേനെ. ടൂറായിരുന്നെങ്കിൽ പ്രണവ് കൂടെ ഉണ്ടായിരുന്നേനെ. ഇപ്പം ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസായപ്പം കൂടില്ല എന്നുള്ള രീതിയിലാണ്. കൊച്ചു ഇട്ട വീഡിയോയിൽ പ്രവീൺ മൃദുല ഇല്ല. ഇവരിടുന്ന വീഡിയോയിൽ അമ്മയും അച്ഛനും കൊച്ചും ഇല്ല. ഇതിൽ ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടേ? നമ്മുടെ തോന്നലുകളൊക്കെ വെറുതെ ആവണേ. നിങ്ങളുടെ സ്നേഹവും ഒത്തൊരുമയും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പം സീരിയലുകളുടെ ട്രെൻഡ് കുറഞ്ഞ് ഇപ്പം ഫാമിലി ബ്ലോഗാണ് സീരിയലിനേക്കാൾ ഒരു തെറ്റ് മേളി. നന്നായി വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായോ? വ്ളോഗിൽ കാണുന്ന പോലെ അല്ല ലൈഫ്. അത് ആദ്യം മനസ്സിലാക്കാൻ കമൻറ്റ് ഓളികളെ. അത് ശരിയാണ്. ഈ വ്ളോഗിൽ കാണുന്നതൊക്കെ, റീലിൽ കാണുന്നതൊക്കെ സത്യമെന്ന് വിചാരിക്കുന്നത്, റിയലാണെന്ന് വിചാരിക്കുന്നവരുടെ ഒരു പ്രശ്നമാണ്. റിയലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഇതുവരെ ഈ ഫാമിലി വ്ളോഗ് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും വിചാരിക്കുന്നു, എന്ത് സൗന്ദര്യമുള്ള ജീവിതം. എന്നിട്ട് ഹസ്ബൻഡിനോട് വീട്ടിലുള്ള അമ്മയോടൊക്കെ അടി ഉണ്ടാക്കുക. അത് കണ്ടുപിടിക്കുക. അങ്ങനെയാവണം ഫാമിലിയെ. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാകാറുള്ളതാണ്. ഇങ്ങനെയാണ് അവരുടെ ഒരു ഈ കമൻ്റ് ഓളികളുടെയും അല്ലെങ്കിൽ കാണുന്നവരുടെയൊക്കെ ഒരു ചിന്താഗതി. ഇതിനിടയ്ക്ക് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈസ് ദിസ് എ സ്ട്രാറ്റജി ടു ഇൻക്രീസ് വ്യൂസ് ഫോർ ദിസ് ചാനൽ ആൻഡ് ടു ഇംപ്രൂവ് സബ്സ്ക്രൈബേഴ്സ് ഫോർ കൊച്ചൂസ് ചാനൽ? Is to create an anticipation in the viewers that what happened with the family. They will come up with a story like Mallu family. അതൊക്കെ ഉണ്ടാവും. എല്ലാവരും ജീവിക്കാനാണല്ലോ. അവന് തനിയെ ഒരു ഇത് വേണം, പ്രസ്ഥാനം. ഇവന് തനിയൊരു പ്രസ്ഥാനം വേണം. അതും ചിലപ്പം ഉണ്ടാവാം. ഇവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുന്നവർ ലൈക്ക് ചെയ്യൂ. എന്തോ പറയാനെന്ന് പറ. 2-3 കാര്യങ്ങളാണ് ഈ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഇത് സീരിയൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫാമിലി വ്ളോഗ് കാണരുത്. പണ്ടത്തെ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഈ മൊബൈലിലോട്ട് മാറിയപ്പോൾ അവർക്ക് ഈ ഫാമിലി വ്ളോഗൊക്കെയാണ് ഇപ്പോൾ സീരിയൽ. ഇത് ഓരോരോ ക്യാരക്ടറാണ്. ഇപ്പോൾ പ്രണവും പ്രവീണും എല്ലാം ഓരോ ക്യാരക്ടറാണ്. അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറണം. നമ്മൾ കുറച്ചുകൂടെയൊക്കെ ചിന്തിക്കണം കാര്യങ്ങൾ. ഇത് റിയൽ ലൈഫാണ്. അത് റീലിനകത്ത് അവർ കാണിക്കുന്നത് ചിലപ്പോൾ മൊത്തം ഹാപ്പിനെസ് ആയിരിക്കും. അവരുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങളായിരിക്കും. അതിൻ്റെ പുറകെ ഒരു ഷെയ്ഡ് ഉണ്ടാവും, ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെടുത്ത് കാണിക്കുന്നില്ല. അത് അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അല്ലാതെ അയ്യോ അവർ വന്നില്ല, സഹായിച്ചില്ല, ചാടിയില്ല, ഓടിയില്ല, തെങ്ങി കയറിയില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. അപ്പം എല്ലാവരും അത് മനസ്സിലാക്കുക.
അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കാണാം. ബൈ.